ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ ഇന്നലെ ഇറാൻ പൂർണ്ണമായും തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. ട്രംപിന്റെ പ്രസ്താവനകൾ സത്യവും അസത്യവും കലർന്നതാണെന്ന് ഇറാനിലെ റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ആണവ സാമഗ്രികൾ നശിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും സമാധാന കരാറിന്റെ കരടിൽ അത്തരമൊരു വ്യവസ്ഥയില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമോസ് കടലിടുക്ക് നിബന്ധനകളില്ലാതെ തുറക്കുമെന്നും ഇറാൻ തങ്ങളുടെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത്തരം തീരുമാനങ്ങളില്ലെന്നും ഇത് കെട്ടിച്ചമച്ചതാണെന്നും ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഹോർമോസ് കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ ഇറാൻ ഉടനടി നീക്കം ചെയ്യുമെന്നും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം ഇനി നീക്കം ചെയ്യുമെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു. ഇതിലൂടെ എണ്ണക്കപ്പലുകൾക്കും മറ്റ് ചരക്ക് കപ്പലുകൾക്കും വീണ്ടും സർവീസ് ആരംഭിക്കാൻ സാധിക്കും. എന്നാൽ ഈ നിബന്ധനകളോട് ഇറാൻ പൂർണ്ണമായി യോജിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലോ ട്രംപിന്റെ അന്തിമ തീരുമാനത്തിന് മുന്നോടിയായി US ഉപരോധം യഥാർത്ഥത്തിൽ പിൻവലിച്ചിട്ടുണ്ടോ എന്നതിലോ നിലവിൽ പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. ഇറാനിൽ നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അമേരിക്ക പുറത്തെടുത്ത് പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്നിവയുമായി അടുത്ത ഏകോപനത്തിലും സഹകരണത്തിലും മാത്രമായിരിക്കും ഈ നടപടിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാൻ സാമ്പത്തിക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായും ഇതിന് പകരമായി വൈറ്റ് ഹൌസ് ചില നിക്ഷേപങ്ങൾ നടത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് പുതിയ ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഇരു രാജ്യങ്ങളും തമ്മിൽ യാതൊരുവിധ പണമിടപാടുകളും നടത്തുകയില്ലെന്ന് ട്രംപ് എടുത്തു പറഞ്ഞു. വളരെ കുറഞ്ഞ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ഇരുപക്ഷവും തമ്മിൽ ധാരണയിലെത്തിയിട്ടുള്ളതെന്നും US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ട്രംപ് ഇറാനുമായുള്ള പുതിയ സമാധാന കരാറിനെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളി ഇറാന്റെ സൈനിക അനുകൂല മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു. ട്രംപിന്റെ വിവരണം സത്യവും അസത്യവും കലർന്നതാണെന്നും ടെഹ്റാന്റെ പരിഗണനയിലുള്ള യഥാർത്ഥ വ്യവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നതല്ലെന്നും അവർ വ്യക്തമാക്കി. ട്രംപിന്റെ പരാമർശങ്ങൾ അമേരിക്കയുടെ ഒരു വ്യാജ വിജയം ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ശ്രമം മാത്രമാണെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുള്ള ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഒരു തരത്തിലും ഇറാൻ അടുത്തില്ലെങ്കിൽ ഇനി ഇതിലേറെ ദോഷം ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യാതൊരുവിധ ഫീസോ നിബന്ധനകളോ ഇല്ലാതെ ഹോർമോസ് കടലിടുക്ക് തുറന്നു നൽകാൻ ഇറാൻ ബാധ്യസ്ഥരാണെന്ന ട്രംപിന്റെ വാദം ടെഹ്റാൻ പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യുന്ന കരട് രേഖയിൽ അത്തരം ഒരു വ്യവസ്ഥയില്ലെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പൂർണ്ണമായി പിൻവലിച്ചതിന് ശേഷം മാത്രമേ കടലിടുക്ക് തുറക്കൂ എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്.